ആക്ച്വലി PMCയിലെ ജോൺ ബ്രിട്ടാസ് ഒരു ആരോപണം താങ്കൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒപ്പിട്ടത് AC വേണുഗോപാലിന്റെ. അപ്പോൾ അദ്ദേഹം ഇത് സമ്മതിച്ചു. അദ്ദേഹത്തിനെതിരെ വന്ന എന്നെക്കുറിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എന്നെക്കുറിച്ചിട്ടൊരു മന്ത്രി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചില്ലേ. ഇതിപ്പോൾ രാജ്യസഭയുടെ ഫ്ലോർ ഓഫ് ദ ഹൗസിൽ രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ആ വിഷ്വൽസ് ഉണ്ട്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം എന്നാണ് ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുക്കുന്നതാണ്. മന്ത്രിക്ക് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ അധികാരമില്ല. അങ്ങനെ അല്ല സംഭവിച്ചെങ്കിൽ വേറെ ഒന്നും വേണ്ട. എനിക്ക് ബ്രിട്ടാസിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനാണ് താല്പര്യം. ബ്രിട്ടാസിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ ബ്രിട്ടാസിൻ്റെ പേര് ഉപയോഗിച്ചിട്ട്? അപ്പോൾ ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് മാർഗം ഫയൽ എ പ്രിവിലേജ് നോട്ടീസ് അഗേൻസ്റ്റ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ആർക്ക് സഭയെ തെറ്റിദ്ധരിപ്പിക്കാത്ത അധികാരം അത് കൊടുക്കാത്തുള്ളൂ. ശരി, അദ്ദേഹം ഇല്ലാത്തപ്പോഴല്ല ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണ് പറഞ്ഞത്. അദ്ദേഹം കൺഫ്രണ്ട് ചെയ്തിട്ടില്ല, അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ ചർച്ചയായ കാര്യമായിരുന്നത്. ഇതിപ്പോഴത്തെ ചർച്ചയല്ലല്ലോ. ഇത് ആരോ ഇടനിലക്കാരായിരുന്ന ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ മാത്രമല്ല, CPIയും പറഞ്ഞതാണ്. ഈ ഒപ്പുവെച്ചത് ശരിയായ കാര്യമല്ല, വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയല്ല, അതനുസരിച്ചുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ CPI പറഞ്ഞതും ശരിയാണ്, ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ്. അത് ഇതിൽ മാത്രമല്ല, ഡൽഹിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ എടുത്തു നോക്കിയാൽ ഡൽഹിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെയൊക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷം നമ്മൾ കാണുന്നുണ്ട്, ഒരു നെക്സസിൻ്റെ അന്തരീക്ഷം. അപ്പോൾ അതാണ് ഇപ്പോൾ വെളിപ്പെടുത്തി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പാർലമെൻ്ററി പ്രസംഗങ്ങളും പ്രൊസീജിയറും താങ്കളും കൂടെ ഒന്ന് എടുത്ത് നോക്കാം വെബ്സൈറ്റിൽ. ഏറ്റവും ഒടുവിൽ ക്രിമിനൽ ലോ പാസ്സാക്കി എടുത്തപ്പോൾ ഞാൻ പ്രസംഗിച്ച താങ്കൾ കേട്ടല്ലോ, അമിത്ഷായുടെ മുഖത്ത് നോക്കിയിട്ട് ഗുജറാത്തിൽ ആളുകളെ ചുട്ടുകൊല്ലാൻ നേതൃത്വം കൊടുത്ത നിങ്ങൾക്ക് ഈ ക്രിമിനൽ ലോ ഉണ്ടാക്കാൻ എന്ത് ധാർമ്മികാവകാശമുണ്ട് എന്നതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായി? ഒരുപാട് CPMകാർ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിൽ പോയിട്ടുണ്ടല്ലോ. ഒരു ശബ്ദം അമിത്ഷായെ ഭയമാണെന്നാണ് പറയുന്നത് പലരും. അമിത്ഷാ സഭയിൽ വരുമ്പോൾ തന്നെ ഭയമാണ്. എൻ്റെ പൊളിറ്റിക്കൽ നിലപാട്, എൻ്റെ രാഷ്ട്രീയ പാർട്ടി എടുത്തിരിക്കുന്ന BJPയുമായിട്ടും സംഘപരിവാറുമായിട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം. അത് ഛത്തീസ്ഗഡിൽ ആക്രമണം ഉണ്ടായാൽ നോക്കിയാൽ എൻ്റെ ഇടപെടൽ അറിയാം. വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല. ഓരോരാളിലും പൊതുജീവിതത്തിൽ ഇടപെടലുകളുണ്ട്. A to Z. ഞാൻ കണ്ടോന്നാറിലെ മാധവമംഗലം ഹൈസ്കൂളിൽ പഠിച്ചതാണല്ലോ. അന്നു മുതൽ ഇതുവരെയുള്ള എൻ്റെ യാത്രയിൽ ഇടപെടലുകളുണ്ട്. BJPക്കെതിരെ, CPMനെതിരെ. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് സെക്യുലറിസം എന്ന് പറയുന്ന വാചകം എനിക്ക് ഏറ്റവും വലിയ മന്ത്രമാണ്. അപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ടക്ക് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരാൾക്കും പറ്റില്ല. പിന്നെ ഞാൻ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. മോഡി ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുണ്ട്. പിണറായി വിജയനാണോ രാഹുൽ ഗാന്ധിയാണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ല. അതിപ്പോൾ അദ്ദേഹത്തിനൊരു ആരോപണം വന്നപ്പോഴല്ലേ അത് ഉന്നയിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മറുപടിയൊക്കെ അദ്ദേഹത്തിന് അറിയാം നന്നായിട്ട്. ഞാൻ അത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഒരാഴത്തിലുള്ള ബന്ധം BJP CPM ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുണ്ട്. ലേബർ കോഡും PMC പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഇത് വെളിച്ചത്ത് കൊണ്ടിരുന്നതാണ്. ജനം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നിങ്ങൾ അനാലിസിസ് ചെയ്തില്ല. നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ കണ്ണൂരും കാസർഗോഡും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയത്. നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ വോട്ട് കൊണ്ട് മാത്രമാണ് വോട്ട് കിട്ടിയത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചവൻ പോലും കൈപ്പത്തിക്കാൻ വോട്ട് ചെയ്തു ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. പഞ്ചായത്തിലെ വോട്ടെണ്ണിയാൽ നമുക്കറിയാം, ബൂത്തിലെ വോട്ടെണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ്? CPMൻ്റെ ആശയങ്ങളും ആദർശങ്ങളും സ്നേഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. നമുക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, ആ പാർട്ടിയുടെ ആശയങ്ങളോട് അതൊന്നും പാടില്ലാത്തതാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അവരുമായിട്ട് വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുഴുവൻ ഇല്ലാതാകണം എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. പക്ഷേ ആ ആശയങ്ങളിൽ നിന്നെല്ലാം കടം എടുത്ത് അതെല്ലാം പണയം വെച്ച് അതെല്ലാം വിട്ടെറിഞ്ഞ് അധികാരത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ, മോഡിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന ഒരു സർക്കാരായിട്ട് നിൽക്കുമ്പം അത് CPMലെ അണികൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തില്ല എന്ന് പറഞ്ഞാലും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് രക്ഷപ്പെടാൻ അവർക്ക് ചില മാർഗങ്ങൾ